1 മണിക്കൂർ കൊണ്ട് നല്ല ടേസ്റ്റുള്ള കുനാഫ പുഡിംഗ് ഉണ്ടാക്കാം. കുനാഫ ഇല്ലെങ്കിൽ സേമിയ വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആകെ 3 സ്റ്റെപ്സേ ഉള്ളൂ. 250 ml മെഷറിംഗ് കപ്പിൽ കുനാഫ അല്ലെങ്കിൽ കനം കുറഞ്ഞ സേമിയ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത്. ഈ സമയത്ത് കുറച്ച് നട്ട്സും കൂടി ചേർക്കണേ. ഇതെല്ലാം മിക്സ് ചെയ്ത് ബട്ടറിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാൻ എടുത്ത പാത്രത്തിനനുസരിച്ച് കുനാഫയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് കുനാഫയ്ക്ക് ഒരു ക്രീം ഉണ്ടാക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇടുക. ഇത് കാരമലൈസ് ആകുമ്പോൾ 250 ml പാലൊഴിക്കുക. പാല് തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യും. മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതുമാണ്. ഈ കസ്റ്റാർഡ് മിക്സ് പാലിലിട്ട് തിളപ്പിച്ച് ചെറിയ രീതിയിൽ കട്ടിയാക്കുക. ഈ മിക്സ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. ഈ മിക്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കും. എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് പറഞ്ഞത് തണുത്ത പാൽ ഒഴിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ തണുത്ത പാലിനകത്തിന് കുറച്ച് ഐസും കൂടി ഇട്ടാണ് ഞാൻ ചെയ്തത്. വിപ്പിംഗ് ക്രീം റെഡിയായാൽ നമുക്കിനി സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫ ഇടുക. സെക്കൻഡ് ലെയർ കസ്റ്റാർഡും ക്രീമും മിക്സ് ചെയ്യുക. ലാസ്റ്റ് ലെയർ ആയിട്ട് കുനാഫ ഇടുക. ഇത് കുറച്ച് തണുപ്പിച്ച് കഴിക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.